ഹലോ ഗായ്സ്, വെൽക്കം. ഇന്നിവിടെ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിലുള്ള ഒരു സംഭവം ഞാൻ ഇതിനായിട്ട് വാങ്ങിയതല്ല, വീട്ടിലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലുള്ള റൗണ്ടിലുള്ളൊരു കമ്പി കണ്ടപ്പോൾ മുന്നേ അത് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് നല്ല തുരുമ്പ് പിടിച്ചതായതുകൊണ്ട് നമ്മളതിനെ ഒന്നുകിൽ പെയിൻറ്റ് ചെയ്ത് തുരുമ്പ് കളയണമല്ലോ. അപ്പോൾ അതിന് നല്ലത് ഇതുപോലെ സാറ്റിൻ റിബൺ കയ്യിലുണ്ടായപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ ഫ്രീ ആയതുകൊണ്ട് അവരോട് പറഞ്ഞത് പ്രകാരം അവരാണ് ചെയ്തത്. കുറേ സമയമുണ്ട് ഇതിങ്ങനെ ഫുള്ള് ചുറ്റി വരാൻ. നല്ല വലിയ സർക്കിളാണ് കേട്ടോ. ഒരു വണ്ടിൻ്റെ ടയറിൻ്റെ എന്തോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കിട്ടിയ സംഭവം അത്. അപ്പോൾ അതാണത്. അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ സാറ്റിൻ റിബൺ വെച്ച് ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ വെറുതെ ഒന്ന് ചെയ്തപ്പോൾ നല്ല വലിയ ഇതാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ സെൻറ്റർ മാത്രം അടയാളപ്പെടുത്തി കുറച്ചും കൂടി ചെറുതായിട്ടുള്ള എന്താ പറയുക ലൂപ്പുകളാക്കി ചെയ്തതാണ്. പിന്നെ ഫസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കി. അതിന് ശേഷമാണ് പിന്നെ ഒന്നും കൂടെ അതിൻ്റെ സെൻറ്റർ ഭാഗം മൊത്തം അടയാളപ്പെടുത്തിയതിന് ശേഷം ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ത്രെഡ്, ഈ ഗോൾഡൻ കളർ ത്രെഡ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് അത് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ലൂപ്പ് കെട്ടി പോയില്ലേ, കെട്ടില്ല, ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ചെയ്തത്. അതിൻ്റെ സെൻറ്റർ ഭാഗമാണ് പിന്നെ ഇതിനത്തെ തവണ നമ്മൾ ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സർക്കിളിൽ എല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി അവിടെ ഇങ്ങനെ കെട്ടി പോകുന്നു. അതിനുശേഷം ആ കെട്ടിയതിൻ്റെ സെൻറ്ററാണ് പിന്നെ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് പോവുക. അപ്പോൾ ഏത് ചെയ്യുമ്പോഴും എല്ലാ ലൈനും ആ തൊട്ട് മുമ്പത്തിൻ്റെ സെൻറ്റർ കണക്കാക്കും. അതിൻ്റെ കെട്ടുന്ന ആ സ്ഥലം ഒരേപോലെ ആവണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതലായിട്ട് ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തു. ഇനി നമ്മൾ ഫെദറൊക്കെ വെച്ച് അതിനെ കുറച്ചും കൂടി ഹാങ്ങിങ് ചെയ്ത് സൂപ്പറാക്കാൻ പറ്റും. ശരിക്കും ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാനിത് ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് കരുതിയിട്ടില്ല. മെയിനായിട്ട് ആ റെഡ് കളറും പിന്നെ അതിനോട് ഗോൾഡൻ കളർ ത്രെഡും കൂടി ആയതുകൊണ്ടായിരിക്കും അത് കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റോറീസ് പല ആളുകളും പല കഥകളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. പല ചാനലിലും അത് അവൈലബിൾ ആണ്. ഇത് ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന ഒരു സങ്കല്പമാണെന്നാണ് പറയുന്നത്. നമ്മളിവിടെ ചുമരിൽ വെറുതെ അങ്ങോട്ട് ഹാങ്ങിങ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഈ സംഭവത്തിന് ഈ റിങ്ങിന് ഒരു പ്രത്യേക പാർട്ടുണ്ട്. അത് വണ്ടിൻ്റെ പാർട്സ് ആയതുകൊണ്ടായിരിക്കാം. അതിൽ ആ ഭാഗത്താണ് ഞാനിതിന് ടൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഗോൾഡൻ കളർ ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെയാണ് നമ്മൾ ഫെദർ കൊണ്ട് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഫെദർ ഇങ്ങനെ എന്താ പറയുക ബീഡൊക്കെ വെച്ച് ഹാങ്ങിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇത് ഇങ്ങനെ തന്നെ പ്ലെയിനായി കാണാനാണ് കുറച്ചും കൂടെ രസമായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെന്താ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇതിൻ്റെ സ്റ്റോറീസ് നല്ല ഇതുണ്ട് കേട്ടോ. അത് എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. ഒരുപാട് ഇതിലങ്ങനെ ഇതിൻ്റെ കഥകളെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ഇതെന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആളുകൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഓക്കെ, താങ്ക് യു.